വയനാട് ദുരന്തബാധിതർക്കായി ചൂരൽമലയിൽ നിർമ്മിച്ച വീടുകളുടെ കൈമാറ്റം വലിയ ആഘോഷമാക്കി മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും അപ്രതീക്ഷിതമായ രാജ്യാന്തര സംഭവ വികാസങ്ങളും മുഖ്യമന്ത്രിയുടെ പബ്ലിസിറ്റി കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിച്ചിരിക്കുകയാണ്. ചൂരൽമലയിലെ വീട് ദാനം ഒരു വൻ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കത്തിന് ആദ്യം തടസ്സമായത് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനമാണ്. ജനശ്രദ്ധ പ്രിയങ്കയിലേക്ക് തിരിയാതിരിക്കാൻ പരിപാടി മാർച്ചിലെ ആദ്യ ദിനത്തിലേക്ക് മാറ്റിവെച്ചെങ്കിലും വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ഫെബ്രുവരി അവസാനം നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം മൂലം മാറ്റിവെച്ചതോടെ മാർച്ച് 1-ാം തീയതി കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചൂരൽമലയിലായിരിക്കുമെന്ന് സർക്കാർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ മിസൈൽ ആക്രമണവും തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനി കൊല്ലപ്പെട്ടെന്ന വാർത്തയും ലോകത്തെ ആകെ പിടിച്ചുലച്ചു. ഇതോടെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും ചാനലുകളുടെയും ശ്രദ്ധ പ്രാദേശിക വികസനങ്ങളിൽ നിന്ന് മാറി ലോകരാഷ്ട്രീയത്തിലേക്കും യുദ്ധവാർത്തകളിലേക്കും കേന്ദ്രീകരിച്ചു. ഖമേനിയുടെ വധം ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നതോടെ ചൂരൽമലയിലെ വീട് കൈമാറ്റത്തിന് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ മൈലേജ് നഷ്ടമായ അവസ്ഥയിലാണ് സർക്കാർ. ഖമേനിയെ അമേരിക്ക തീർത്തത് ചൂരൽമലയിലെ പരിപാടിയുടെ പ്രസക്തി കുറയ്ക്കാനാണോ എന്ന് രാഷ്ട്രീയ പരിഹാസങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകൾക്ക് അമേരിക്കൻ നീക്കം വൻ തിരിച്ചടിയായി എന്നത് വാസ്തവമാണ്. പ്രിയങ്ക ഗാന്ധിയെ ഭയന്ന് മാറ്റിവെച്ച പരിപാടി ഒടുവിൽ യുദ്ധവാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയത് സർക്കാരിന് വലിയ വിനയായി. ലോകം മുഴുവൻ ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ വലിയ ആഘോഷമായി നടത്താനിരുന്ന ചൂരൽമലയിലെ ചടങ്ങ് വെറുമൊരു ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുകയാണ്.